ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന സത്യമൊഴി പോലെ ഒരു മൂത്ത ചേട്ടന്റെ അതേ പക്വതയും പ്രായവുമുള്ള നല്ലവനായ യോവാക്യം ചെറുപ്പക്കാരായ ജോസഫിനും ഹൽപ്പയ്ക്കും നല്ലൊരു ആത്മീയ ഗുരുവും ചങ്ങാതിയുമായി മാറി. ഏതാനും വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. വസന്തം ഗ്രീഷ്മം, വർഷം ശരത്ത്, ഹേമന്തം ശിശിരം കരംകോർത്തു മാറി മറഞ്ഞു. ഋതുചക്രത്തോടൊപ്പം ജീവിതചക്രവും ഒരുപടി മുന്നോട്ടു തിരിഞ്ഞു. നസ്രത്തുകാർ സഹോദര്യത്തിലും ഐക്യത്തിലും വളർന്നു വന്നു. അതിനോടൊപ്പം തന്നെ യഹോവയോട് വിശ്വസ്തത പുലർത്തുന്നതിൽ അവർ അതിയായ ശുഷ്കാന്തി കാട്ടിയിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ യോവാക്യവും അന്നയും. അവർ കർത്താവിനെ, അതേ സീനായ് മലയിലെ ആ വലിയ ശക്തനായ യഹോവയാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിച്ചു. എന്നിരുന്നാലും അവർക്കൊരു വലിയ ദുഃഖമുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രായം കവിഞ്ഞ അവർക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു. ഉദരഫലം കർത്താവിന്റെ ദാനമെന്നേ സങ്കീർത്തകൻ പറയുന്നത് പോലെ ആ ദാനം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചില്ല. പരിശുദ്ധ കന്യാമറിയം കുഞ്ഞുമേരിയുടെ